എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ബീഫ് വെച്ചൊരു കട്ട്ലേറ്റ് തയ്യാറാക്കാം. അതിനായി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള ചെറുതായി അരിഞ്ഞിട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം പൊടിയായി അരിഞ്ഞ കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ചേരുവകളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പൊടിയുടെ പച്ചയുവ മാറുന്നത് വരെ ഒന്നുകൂടി ശരിക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഒരു 3 കിഴങ്ങ് കൂടി നമ്മൾ പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം. കിഴങ്ങും ചേർത്ത് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ചേരുവകളെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് കവർ ചെയ്യാൻ ആവശ്യമായ 2 മുട്ട, ലേശം ഉപ്പും ലേശം കുരുമുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ കട്ട്ലേറ്റും നമുക്ക് ഈ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് നമുക്ക് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള കട്ട്ലേറ്റെല്ലാം നമ്മൾ ഇതേപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് തിളച്ച എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചു പോരാം. സിമ്പിളായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കട്ട്ലേറ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. മീറ്റ് ചേർക്കാതെയും ഇതേപോലെ നമുക്ക് പലതരത്തിലുള്ള കട്ട്ലേറ്റുകൾ ഉണ്ടാക്കാം. നമ്മൾ ഇതിനു മുമ്പേ വാഴച്ചുണ്ട് വെച്ചുള്ള കട്ട്ലേറ്റ്, ചീര വെച്ചുള്ള കട്ട്ലേറ്റ് മുതലായവ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതേപോലെ ചേർത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ